വിഷയങ്ങൾ വളരെയധികം പ്രതിസന്ധിയിലെത്തുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്കറിയാം, ഈ പണ്ടത്തതുപോലുള്ള ധ്യാന കേന്ദ്രങ്ങളൊന്നും ഇപ്പോൾ അത്ര സജീവമല്ല. ഇല്ലെന്നല്ല, ഉണ്ട്, തീർച്ചയായും ഉണ്ട്. പക്ഷേ മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് അവരുടെ സൗകര്യം പോലെ പോയി ഈ ധ്യാനങ്ങളിൽ പങ്കെടുക്കാനോ ഈശോയിൽ നിന്ന് ആ വലിയ കൃപകൾ സ്വീകരിക്കാനോ അത്ര എളുപ്പം സാധിച്ചെന്ന് വരികയില്ല. അതിന് പല പല കാരണങ്ങളുണ്ട്. ഒന്ന്, സമയം വളരെയധികം വേഗത്തിൽ നീങ്ങുന്നു. അതുപോലെ തന്നെ വളരെയധികം തിരക്കുകളാൽ മനുഷ്യർ വീർപ്പ് മുട്ടുന്നു. പിന്നെ വേറൊരു കാര്യം, ഉപജീവനത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനം, അത്യധ്വാനമാണ് ഇപ്പോൾ ചെയ്യുന്നത്. പണ്ട് നമ്മൾ 1 മണിക്കൂർ പണിയെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ 2 മണിക്കൂർ പണിയെടുത്തെങ്കിലേ പണ്ട് 1 മണിക്കൂർ പണിയെടുത്ത് ചെയ്ത് കിട്ടിയിരുന്ന ആ ഒരു ഏണിങ്ങിലേക്ക് എത്തുകയുള്ളൂ. അത്യധ്വാനമാണ്. അപ്പോൾ ഇങ്ങനെയെല്ലാം പല വിധത്തിലുള്ള ഞെരുക്കങ്ങളാലും പീഡകളാലും മനുഷ്യൻ വളരെയധികം കഷ്ടപ്പെട്ട് തകർന്നിരിക്കുന്ന ഈ സമയത്ത് പലർക്കും ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ധ്യാന കേന്ദ്രങ്ങളിൽ പോയി താമസിച്ച് ധ്യാനം കൂടാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആത്മീയ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനോ സാധിക്കാറില്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ ഉദ്ദേശിച്ചാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ വീട്ടിലായിരിക്കുമ്പോഴും നിങ്ങൾക്ക് ഈശോയെക്കുറിച്ച് ചിന്തിക്കുവാനും നിത്യജീവനെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കാനും, ധ്യാനം എന്ന വാക്കിൻ്റെ അർത്ഥം ചിന്തിക്കുക, വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ചിന്തിക്കുക, വളരുക, അതാണ്. ആ ചിന്തയിലൂടെ നമ്മൾ ആത്മീയമായിട്ട് വളരുക, അതാണ് ധ്യാനം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു ചെറിയ വഴിയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നവരൊക്കെ ഇത് കാണുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും വേണം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട